സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര് മുറുകുകയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം മുൻ LDF സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ദീർഘകാല കരാറടക്കം റദ്ദു ചെയ്ത് ചൂണ്ടിക്കാണിച്ച് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ LDF സർക്കാരാണെന്ന് വിമർശിക്കുകയാണ് മന്ത്രി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അന്ന് വൈദ്യുതിയുടെ പ്രയാസം ഉണ്ടായപ്പോൾ അവരന്ന് ഒരു വൈദ്യുതിയും നിർമ്മിക്കുകയല്ല, ഉൽപ്പാദിപ്പിക്കുകയല്ല ചെയ്ത്, വാങ്ങുകയല്ല ചെയ്ത്, കടം വാങ്ങിയത്. അതുകൂടി ഇപ്പോൾ മടക്കി കൊടുക്കേണ്ട ബാധ്യത കേരള സർക്കാരിൻ്റെ തലയിലുണ്ട്. അവർ ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ നടപടി സ്വീകരിക്കുകയാണ്. അവർക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനോ സ്റ്റോറേജ് സംവിധാനത്തിനോ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ LDFൻ്റെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമരങ്ങൾക്ക് വേറെ കാരണമൊന്നുമില്ലെങ്കിൽ അവർ ഈ സമരം നടത്തുന്നു. നമ്മളുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ തക്കതായ ഇടപെടൽ നടത്തി അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. മുൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സണ്ണി ജോസഫ്. പക്ഷേ നിലവിൽ എന്തൊക്കെ നടപടികളാണ് ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സ്വീകരിച്ചിരിക്കുന്നത്? ശ്രുതി, കീർത്തന, ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തായാലും പരസ്പരം പഴിചാരുകയാണ്. പക്ഷേ ആ പഴിചാരുന്നതിനിടയിലും സംസ്ഥാനത്തെ ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി അത് ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇത്തരത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തായാലും വൈദ്യുതി മുടക്കമുണ്ടാകും, പവർ കട്ട് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും പ്രതിസന്ധി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് ഈ വൈദ്യുതി ഈ പവർ കട്ട് ഒഴിവാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അത് KEB അടക്കം ചെയ്തു വരികയാണ്. പ്രത്യേകിച്ച് പല കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള കാര്യത്തിൽ വൈദ്യുതി വാങ്ങിയും ഒക്കെ തന്നെയും അത് മുന്നോട്ട് പോകുകയാണ്. എന്തായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പരമാവധി വൈദ്യുതി മുടക്കമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് KEB നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പവർ കട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ സർക്കാരിന്റെ ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ ദീർഘകാല കരാർ അടക്കം റദ്ദാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അന്ന് അത് റദ്ദാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലേക്കൊന്നും കാര്യം പോകില്ലായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പീക്ക് സമയങ്ങളിൽ വാങ്ങിയ വൈദ്യുതി അത് മടക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ സർക്കാരിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വലിയൊരു പ്രതിസന്ധിയായി തന്നെ ഈ വൈദ്യുതിയുടെ പ്രശ്നം മുന്നിൽ നിൽക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രവുമല്ല ഈ നമുക്കറിയാം ഈ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും സമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സമരം ചെയ്യാൻ വേണം, അതുകൊണ്ടാണ് അവർ സമരം ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ പിഴവുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി എന്തായാലും വൈദ്യുതി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ സമരങ്ങളിൽ നിന്നും പിന്മാറാൻ പ്രതിപക്ഷം എന്തായാലും തീരുമാനിച്ചിട്ടല്ല എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും ഈ വൈദ്യുതി പ്രതിസന്ധി ഇത്തരത്തിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. എന്തായാലും ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം പഴിചാരുകയും അങ്ങനെ മുന്നോട്ടേക്ക് പോകുകയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാകണമെങ്കിൽ നല്ല ഒരു മഴ തന്നെ വേണം. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്, മഴ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എന്തായാലും കാലാവസ്ഥാ വകുപ്പ് പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഭരണ പ്രതിപക്ഷ വാക്പോര് അത് രൂക്ഷമാവുകയാണ്. സ്വാന്തന സാജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.